കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഞാനാ നീ ആരാടാ? ഹീറോ വന്നാണോ? നിങ്ങൾ വില്ലനാവാൻ വന്നതാണെങ്കിൽ എനിക്ക് താല്പര്യമില്ല. സംഗതി ഞാൻ അടുത്ത പഞ്ചായത്തുകാരനാ. ഈ കുട്ടി നിങ്ങളുടെ പെരുവണ്ണാപുരം പഞ്ചായത്ത് നിന്ന് ഓടി വന്ന സ്ഥിതിക്ക് ഞാൻ അങ്ങ് കൊണ്ടുപോകും. എങ്ങോട്ട്? അയ്യോ, എന്റെ വീട്ടിലേക്കല്ല, ഞാൻ പെണ്ണ് കിട്ടിയതാ. ഈ കുട്ടിയെ ഞാൻ കൊണ്ടുപോകുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാ. നിങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളൊക്കെ അവിടെ വെച്ച് പറഞ്ഞ് പരിഹരിച്ചാൽ മതി. അപ്പൊ പറഞ്ഞ പോലെ. ശരി എന്നാ പോട്ടെ മോനെ. പാവച്ചേ വന്ന് വണ്ടി കയറി. ഇവൻ ആവശ്യമുള്ള എന്താ വെച്ചാ കൊടുത്തേ. വാടി ഇങ്ങോട്ട് വരാൻ. വാടി ഇവിടെ. നിക്കാൻ. നിക്കടി അവിടെ. നിന്നെ വിടില്ലടി. നിൽക്കണേ അവിടെ. ഇങ്ങോട്ട് വേണം. നിന്നെ വിടില്ലടി. നിൽക്കാൻ. വന്ന് പിടിയടാ. നിക്കടി അവിടെ. എവിടെയാണ് നീ ഓടുന്നേ? ഒരു താലിമാല ചുമന്ന് നടക്കുന്നതേ തമാശ കാണിക്കാനല്ല, നിന്റെ കഴുത്തി കെട്ടാനാ. അത് ഞാൻ ഉടൻ നടത്തും, നാട്ടുകാരെ മുന്നിൽ വെച്ച് തന്നെ. വരാൻ
തുടങ്ങി വെച്ചത് പകുതി മുക്കാലങ്ങോട്ട് കഴിഞ്ഞു. ഇനി നമുക്കതങ്ങ് ഫിനിഷ് ചെയ്യാം. അപ്പോ നമുക്കങ്ങ് അടിച്ചവസാനിപ്പിച്ചാലോ? കുട്ടി പതുക്കെ അങ്ങ് നടക്ക്. ഞാനിത് ഫിനിഷ് ചെയ്തിട്ട് വന്നു. ചെല്ലേ. തൽക്കാലം സംഘടന അങ്ങ് തീർന്നു. ഇനി കുറച്ച് സെന്റിമെന്റൽ സീനാ. അതാ കുട്ടിയായിട്ട്. അപ്പൊ പോട്ടെ. എന്റെ പേരൊന്ന് ഓർമ്മിച്ചു വെച്ചു. വിഷ്ണു. 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 അവന്റെ ഒരു പഞ്ചായത്ത്. Madness. സ്ഥലമൊന്നും പോലും മനസ്സിലാവുന്നില്ലല്ലോ. കൊണ്ടുവന്ന കാറും ചേട്ടനെ കാണാനുമില്ല. ഇനി ഞാൻ എങ്ങോട്ട് പോവും? വന്ന വഴി തന്നെ തിരിച്ചു പോയാലോ? ഹലോ, ഒന്ന് നിൽക്കണം. അതെ, എന്താ നിന്റെ പേര്? ആരാ അവന്മാര്? എന്താ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? ഈശ്വര, എന്താ പറയേണ്ടതെന്ന് അറിയില്ലല്ലോ. എന്ത് പറഞ്ഞു എങ്ങനെ രക്ഷപ്പെടും? എടോ, ഇയാള് പേടിക്കണ്ട. ഞാനേ ഇയാളെ ഉപദ്രവിക്കാനെ കൊല്ലാനല്ല ചോദിക്കുന്നേ, കാര്യം അറിയാൻ വേണ്ടിട്ടാ. പറ, എന്താ പേര്? പ്രശ്നം എന്താന്ന് പറ. ഈശ്വര, സത്യം തുറന്നു പറഞ്ഞോ. സഞ്ജുവേട്ടനുമായോ സ്വാതി ചേച്ചിയായോ എന്തെങ്കിലും ബന്ധമുള്ള ആളാണെങ്കിലോ ഈ സാറ് അവരെ വീണ്ടും പ്രശ്നങ്ങളിലേക്ക് തള്ളിവിടുകയാവോ? ഞാൻ
ലക്ഷ്മിയുടെയോ അമ്മുവിന്റെയോ ആരുടെ ജീവിതം ഞാൻ ഇനി ജീവിക്കേണ്ടത്? ഒന്നും പറയാനും കിട്ടുന്നില്ലല്ലോ. തന്നോടല്ലേ ചോദിക്കുന്നേ? വാ തുറത്ത് എന്തെങ്കിലും മൊഴിയെന്ന് എത്ര മടി? എനിക്ക് പോണം, ഉപദ്രവിക്കരുത്. അങ്ങനെ അങ്ങ് പോയാലോ? ഒരു പെണ്ണല്ലേ, പാവല്ലേ എന്ന് കരുതി ഇവിടെ മൊത്തം ഈ തല്ലും ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ട് എന്നെ ഒരു മൊഴി മണ്ടനാക്കണം. എങ്കിലും എനിക്കറിയാം നിന്നെന്താ ചെയ്യേണ്ടതെന്ന്. വാടിയുടെ വന്ന് വണ്ടി കയറി. നിന്നെ ഞാൻ കൊണ്ടാക്കാൻ പോകുന്നതേ പോലീസ് സ്റ്റേഷനിലേക്കാ. അവര് തീരുമാനിച്ചോളും കാര്യങ്ങള്. വാ അങ്ങോട്ട്. പറഞ്ഞേ അതെ, ഇയാളെന്തിരീ കരയുന്നേ? എടോ, ഇയാൾ ഈ കരച്ചിലും നിർത്ത്. ആരെങ്കിലും കണ്ട് എന്താ വിചാരിക്കുക? എടോ, ഇയാളെന്തിരീ കരയുന്നേ? എന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകണ്ട സാർ. അതെന്താ, ഇയാളെന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടാ? ഞാനൊരു കുറ്റം ചെയ്തിട്ടില്ല സാർ. ഞാനൊരു പാവ. പിന്നെന്തിനാ ഇയാൾ പോലീസിനെ പേടിക്കണേ? ഞാനെല്ലാം പറയാ സാർ. എന്റെ പേര് അമ്മൂന്ന. ഞാനിപ്പോ ആളും പേരും ഇല്ലാത്തൊരു അനാഥാവസ്ഥയില. അനാഥാലയത്തിൽ നിന്നും 7ാമത്തെ വയസ്സിൽ ഒരപ്പൂപ്പനും അമ്മൂമ്മയും എന്നെ ദത്തെടുത്തു. അവരുടെ മകളെ പോലെ നിന്ന് അവരെ സഹായിക്കാനായിട്ട്. അവരുടെ യഥാർത്ഥ മക്കളൊക്കെ അപ്പൊ വിദേശത്തായിരുന്നു. അപ്പൂപ്പനും അമ്മൂമ്മയും മരിച്ചു കഴിഞ്ഞപ്പോ അവരുടെ മക്കളിൽ ഒരാൾ തിരിച്ചു വന്നു. അയാളെ സാറിപ്പ കണ്ടത്. അവരുടെ സ്വത്ത്, എന്റെ മാനം, ഇതൊക്കെ അയാൾക്ക് വേണ്ടത്. ആദ്യത്തേത് വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറായിരുന്നു. പക്ഷെ രണ്ടാമത്തേത് ശരി ശരി, കുട്ടി കരയണ്ട, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. എന്തായാലും ഇതിനുള്ളൊരു ബെസ്റ്റ് പരിഹാരം പോലീസ് സ്റ്റേഷൻ തന്നെയല്ലേ? പിന്നെന്തിനാ ഇയാൾ പോലീസിനെ പിടിക്കുന്നേ? പോലീസിനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും സാർ? രാവും പകലും എനിക്ക് കാവലിരിക്കാൻ പറ്റൂ? മാത്രമല്ല, അയാൾക്കെതിരെ ഞാൻ എന്ത് പരാതി കൊടുക്കും? അയാൾ താമസിക്കുന്നത് അയാളുടെ അച്ഛനമ്മമാരുടെ വീട്ടിൽ തന്നെയല്ലേ? എനിക്കെന്താ നിയമപരമായി അവിടെ അവകാശം? ഒന്നുമില്ല. അതാ സത്യം. ഇനിയിപ്പോ പോലീസിന് കഴിയുന്നത് എന്നെ ഒരു ഷെൽട്ടർ ഹോമിലേക്ക് അയക്കാനാ. അവിടെയും പക്ഷെ എനിക്ക് എന്ത് സുരക്ഷിതത്വം ഉള്ളത് സാർ? പോലീസിലും രാഷ്ട്രീയക്കാർക്കിടയിലൊക്കെ അയാൾക്ക് നല്ല സ്വാധീനമുണ്ട്. ഒരു പൂച്ചക്കുഞ്ഞിനെ തൂക്കിയെടുക്കുന്നത് പോലെ അയാൾക്ക് വീണ്ടും എന്നെ കൊണ്ടുപോകാൻ പറ്റും. ഇപ്പൊ സാറ് വന്നത് കൊണ്ട് മാത്രം ഞാൻ ഇനിയും ഇതുപോലൊരു സന്ദർഭം വന്ന ശരി ശരി, എനിക്കെല്ലാം മനസ്സിലായി. അല്ല, ഇനിയിപ്പോ എന്ത് ചെയ്യാമെന്ന ഇയാൾ വിചാരിക്കണേ? അല്ല, ഈ നടുവഴിയിൽ തന്നെ ഇങ്ങനെ തള്ളിക്കളഞ്ഞിട്ട് എനിക്ക് പോകാൻ പറ്റില്ല. ഈ അവസ്ഥയിൽ ആത്മഹത്യ ചെയ്യാതിരിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു തുണിക്കടയിലോ
അതുപോലുള്ള ചെറിയ ഏതെങ്കിലും സ്ഥാപനത്തിലോ ഒരു ജോലി കിട്ടിയാൽ മതി സർ. അധികം പഠിപ്പൊന്നുമില്ല, പക്ഷെ അധ്വാനിക്കാനുള്ള ഒരു മനസ്സുണ്ട്. ശമ്പളമായൊന്നും വേണമെന്നില്ല, 3 നേരം ഭക്ഷണം മാത്രം. പക്ഷെ അവിടെ ആരും എന്റെ മാനത്തിന് വില പറയരുത്. അമ്മൂന് ജീവിക്കാൻ ഇനി അതേ ഒരു വഴിയുള്ളൂ. ജോലി അതിപ്പോ തൽക്കാലത്തേക്കെങ്കിലും തന്നെ പോലെ ഒരാൾക്ക് പറ്റിയ ജോലി എന്ന് പറഞ്ഞാൽ ഞാനൊരു തീരുമാനം എടുത്തിരിക്കുക. ഇത്രയും അഹങ്കാരം കാണിച്ച നിന്റെ അനിയത്തിയെ തൂക്കിയെടുത്ത് ബാത്റൂമിൽ കൊണ്ടുപോവാനും കുളിപ്പിക്കാനും ഒന്നും ഇവിടെ ആളില്ല. അതിന് നീ വേറെ ആളെ നോക്കിക്കോണം. താനേ താൻ വന്ന് വണ്ടിക്ക് വാ, നമുക്കേ ഒരിടം വരെ പോവാം. എവിടേക്ക്? ഇയാള് പേടിക്കണ്ട, എന്തായാലും പോലീസ് സ്റ്റേഷനിലേക്കല്ല, പോരെ. എനിക്ക് തന്നെ പോലെ ഒരു അനിയത്തിയില്ല, പ്രീതി. അവളിപ്പോ ഗർഭിണിയാ. തന്നെ അവളെ ഒന്ന് പരിചയപ്പെടുത്തും. എന്താ വിശ്വാസമുണ്ടോ എന്നെ സ്വന്തം ജ്യേഷ്ഠനായിട്ട് കാണാൻ? നാട്ടിലെ റേഞ്ച് പ്രോബ്ലം ഉണ്ടെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്കുള്ള ഒരേ ഒരു ഡൗട്ട്, ആ ഡ്രൈവറെ കൂടി ഫോണിൽ കിട്ടാത്ത അയാൾ കുഴപ്പക്കാരനായിട്ട് നിനക്ക് തോന്നുന്നുണ്ടോ? ഇല്ല സഞ്ജു, അയാൾ പലപ്പോഴും അച്ഛന് ലോങ് ഡ്രൈവ് വരുന്ന ആളാ. വീടുമായി അയാൾക്ക് അടുപ്പമുണ്ട്. വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആളായാള്. അമ്മുവിന്റെ അഡ്രസ് നിനക്ക് അറിയില്ലേ? അവൾക്ക് സ്വന്തമായിട്ട് വീടില്ല. ഒരു വല്യമ്മയുടെ വീട്ടിലാണ് മുത്തശ്ശി ഉള്ളത്. അവിടുത്തെ അഡ്രസ്സൊന്നും അവള് പറഞ്ഞുമില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാ? ഡ്രൈവർ എല്ലാം തല ഉലുക്കി സമ്മതിച്ചതാണേലും അമ്മൂനെ അയാൾ അവിടെ ഇറക്കി വിട്ടിട്ട് വേറെ ഓട്ടം കിട്ടിപ്പോയതും ആവാം. അയാൾ തിരിച്ചു വരുന്നതിന് മുമ്പ് അവൾ ഇങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട്. എങ്കിലും അവൾക്ക് നിന്നെ ഒന്ന് വിളിക്കാലോ. ഒരിക്കൽ അവളുടെ ബാഗ് ഫോണും ഒക്കെ കള്ളം കൊണ്ടുപോയതാ. വീണ്ടും അത്തരം ഒരു സിറ്റുവേഷനിലാണോ എന്ന് ആർക്കറിയാം. അവൾ ഗ്രാമത്തിൽ നിന്ന് വന്നൊരു പാവം പെണ്ണ. ഇവിടുത്തെ ചതിയെ പറ്റിയൊന്നും അവർക്കറിയില്ലല്ലോ. വഴിയറിയാതെ അവൾ ഈ വലിയ സിറ്റി വന്ന് ഒറ്റപ്പെട്ടു പോയാൽ എന്ത് ചെയ്യും? എനിക്കാകെ ടെൻഷനാവുന്നു. സഞ്ജു, അവൾക്ക് എന്തു പറ്റിയെന്ന് എനിക്കറിയണം. ഈ വിഷയത്തിൽ സഹായം ചോദിക്കാൻ സഞ്ജു മാത്രമേ ഉള്ളൂ. അമ്മുവിനെ പറ്റി കൂടുതലൊന്നും അറിയാത്ത സ്ഥിതിക്ക് നമുക്ക് ആ കാർ അറേഞ്ച് ചെയ്ത ട്രാവൽ ഏജൻസിയുമായിട്ട് ഒന്ന് ബന്ധപ്പെട്ട് നോക്കാം. അവിടെ അറിയിക്കാതെ അയാൾക്കൊന്ന് ചലിക്കാൻ പോലും പറ്റില്ല. ഓട്ടം പോകുന്നത് എവിടേക്കാണ്, എപ്പോ എവിടെ എത്തി എന്നുള്ള വിവരങ്ങള് ഡ്രൈവർ ഏജൻസിയെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. യെസ്, അച്ഛൻ ആ ട്രാവൽസിന്റെ നമ്പർ അറിയും. അച്ഛനെ കൊണ്ട് ഞാൻ വിളിപ്പിച്ച ഡീറ്റെയിൽസ് വാങ്ങാം. ഓക്കെ, എന്നാ താൻ ഉടനെ അത് ചെയ്യേ. ഇതിനിടയിൽ അമ്മുവിന്റെ വിവരങ്ങൾ അറിയാനായില്ലെങ്കിൽ നമുക്ക് അവളുടെ വല്യമ്മയുടെ വീട്ടിലേക്ക് പോവാം. എന്താ? സഞ്ജു പറഞ്ഞ ശരിക്കുള്ള റൂട്ട്. നമ്മൾ ആദ്യം പോകേണ്ടതേ ആ വീട്ടിൽ തന്നെയാ. അമ്മുവും ഡ്രൈവറും അന്ന് തന്നെ ആ വീട്ടിൽ നിന്ന് മടങ്ങിയെങ്കിൽ
അന്വേഷണം പിന്നെ സിറ്റിയിൽ നടത്തിയാൽ മതിയല്ലോ. യെസ്. ഞാൻ അച്ഛനെ ഇപ്പൊ തന്നെ വിളിച്ച് ആ ട്രാവൽസുമായി ബന്ധപ്പെടാൻ പറയാം. ഹലോ അച്ഛാ. ആ ബാങ്ക് മാനേജറെ വിളിച്ചിട്ട് കിട്ടുന്നില്ലടി. ഏത് ബാങ്ക് മാനേജർ? നിന്റെ തലയ്ക്കെന്താ ഓളമാണോ? ഞാനൊരു ബാങ്ക് ലോണിന് അപ്ലൈ ചെയ്തിരുന്ന കാര്യം നിന്നോട് പറഞ്ഞിരുന്നതല്ലേ? ഇല്ല. എന്നാ പറയാൻ മറന്നതാ. മായാദേവിയുടെ മകൻ ആനന്ദിന് കാനഡയിൽ ഒരു ജോലിയുടെ കാര്യം പറഞ്ഞിരുന്നത് നിനക്ക് ഓർമ്മയുണ്ടോ? അതിനൊരു 5 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് കൊടുക്കണം. മായാദേവിയുടെ മകന്റെ ജോലിക്ക് നമ്മൾ എന്തിനാ ഡെപ്പോസിറ്റ് കൊടുക്കുന്നത്? ഇപ്പോഴവരുടെ കയ്യിൽ 5 ലക്ഷം രൂപ എടുക്കാനില്ല. അമ്മയുടെ കയ്യിലിരിക്കുന്നോ? എടി, ഇപ്പൊ നമ്മൾ എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്ത് 5 ലക്ഷം അവർക്ക് കൊടുത്താ പിന്നെ അത് 50 കൊയ്യാം. എടി, ഇപ്പോഴവൻ 1 വർഷം ട്രെയിനിങ്ങാ കാനഡയില്. അത് കഴിഞ്ഞ അവൻ അടുത്ത കമ്പനിയിൽ ജോലിക്ക് കേറിയ ഡോളറിലാ ശമ്പളം. ഡോളറിൽ 5 മീതെ വരും 1 മാസത്തെ അവന്റെ ശമ്പളം തന്നെ. അതുകൊണ്ട് നമുക്ക് എന്താമേ പ്രയോജനം? അവനെ കൊണ്ടേ നിന്നെ പിടിച്ചങ്ങ് കെട്ടിക്കും. അപ്പോഴോ അവനൊരു കര പറ്റുന്നത് വരെ തല പോയാലും ഈ 5 ലക്ഷം തിരിച്ചു വാങ്ങില്ല ഞാൻ. ഈ കടപ്പാട് കിടക്കുന്നതുകൊണ്ട് നമ്മളൊരു പ്രപ്പോസൽ മുന്നോട്ട് വെച്ചാ അവനെ ഒഴിയാൻ പറ്റില്ല. ആനന്ദുമായുള്ള ബന്ധത്തിന് നിനക്ക് എതിർപ്പൊന്നുമില്ലല്ലോ? അത്രയൊക്കെ ശമ്പളം ഉണ്ടെങ്കിൽ അമ്മയുടെ ഇഷ്ടം. നീ വസുമതിയുടെ മോള് തന്നെ. കയ്യിന്ന് കാശ് ഇറക്കി കാശ് കൊയ്യണോടി. ഒന്നും കാണാതെ വസുമതി ഒരു കാര്യത്തിന് ഇറങ്ങില്ല. എന്തിനാ പ്രീതി താഴെ പോയിരിക്കുന്നത്? കിടന്നു മടുത്തു ഏട്ടാ. നാണം കിട്ടവൻ. പെമ്പ്രന്നോത്തി ഒന്ന് വീണൂന്ന് കേട്ടപ്പോഴേക്കും ജോലി പോലും പാതി വഴിയിലിട്ടിട്ട് പാഞ്ഞു വന്നേക്കുന്നു. സൂക്ഷിക്കുന്നുണ്ടാർജുനേട്ടാ. അവളുടെ ഒരു കോട്ടൻ. ഓ പിന്നെ പൊന്നല്ലേ. ഹലോ. സാർ ഇപ്പോൾ വീട്ടിലുണ്ടോ? ഉണ്ടല്ലോ. ഞാൻ വന്നാ സാറിനൊന്ന് കാണാൻ പറ്റുമോ? മോഹൻദാസ്, നീ കാര്യം എന്താന്ന് വെച്ചാ പറ. കാര്യം ഞാനത് വന്നിട്ട് പറയാം. നേരത്തെ നമ്മൾ സംസാരിച്ച കാര്യം തന്നെയാണെങ്കിൽ മോഹൻദാസ് ഇങ്ങോട്ട് വരണമെന്നില്ല. വഴി വിട്ടൊന്നും ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല. എടോ, ഒന്നും അല്ലെങ്കിൽ ഇയാള് ഒരു പോലീസുകാരനല്ലേ? സാറ് ഞാൻ പറയുന്നതൊന്ന്. വേണ്ട, ഇയാൾ ഒരു കാര്യങ്ങൾ ഇങ്ങോട്ട് പറയണ്ട. നിയമം ലംഘിച്ച കാര്യങ്ങൾ ചെയ്യാൻ ഇയാൾ എന്നെ കൂട്ടു നിൽക്കുക. ഹലോ സാർ. ഹലോ. കിട്ടി. എന്തായി ദേവൻ സാറേ? ഒരു രക്ഷയും തോന്നുന്നില്ല വസുമതി മാഡം. ഡയറക്ടർ ബോർഡ് യോഗം നടന്നുകൊണ്ടിരിക്കുക. ബോർഡ് അംഗങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമാണ്. പക്ഷേ ചെയർമാൻ മാത്രം ഉടക്കി നിൽക്കുക. അയാളൊരു വാക്ക് പറഞ്ഞാൽ ലോൺ സാങ്ഷനാണ്. അപ്പോ നടക്കില്ല എന്ന് സാരം. ഉള്ളത് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയാ. വസുമതി മാഡം വേറെന്തെങ്കിലും വഴി നോക്കുന്നതാ നല്ലത്. അല്ല അത്. ഹലോ ഹലോ. എന്താ അമ്മേ? ഒലക്കയുടെ മൂട്. ലോൺ സാങ്ഷൻ ആവില്ലെന്ന്. അതെങ്ങനാ? അപശകനമല്ലേ കണി. ഈ മൂദേവി ഇരിക്കുന്നിടത്ത് ഐശ്വര്യമുള്ള എന്തെങ്കിലും നടക്കൂ?
പേടിക്കണ്ട, ഇതെന്റെ അനിയത്തി വിവാഹം കഴിച്ചുകൊണ്ടുവന്ന വീടാ. കഷ്ടകാല സമയത്താണല്ലോ ഇതിനെ ഈ വീട്ടിലേക്ക് എഴുന്നള്ളിച്ചത്. ഈ വീട്ടിലേക്ക് ഇനി എന്നാണാവോ മഹാലക്ഷ്മി ഒന്ന് കേറുന്നത്? പറയൂ സാറേ. വസുമതി മാഡം, ചെയർമാൻ സമ്മതിച്ചു, ലോൺ സാങ്ഷനായി. ഇനി ടെൻഷൻ വേണ്ട, എപ്പോ വന്നാലും എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാം. പ്രൊസീജിയറൊക്കെ ഞാൻ വേഗത്തിലാക്കാം. നിങ്ങൾ തന്നെ പറയാറുള്ളത് പോലെ വീട്ടിലേക്ക് മഹാലക്ഷ്മി വന്ന് കയറിയെന്ന് ചുരുക്കം. ശരി സാർ, വളരെ ഉപകാരം. ആരാടാ ഇത്? പറഞ്ഞിരുന്നല്ലോ പ്രീതിക്ക് സഹായത്തിന് ആരെങ്കിലും വേണമെന്ന്. ഇതെനിക്ക് പരിചയമുള്ളൊരു കുട്ടിയാ. ഈ കുട്ടി നോക്കിക്കോളും പ്രീതിയുടെ കാര്യങ്ങൾ. കയറി വാ. പേടിക്കണ്ട, വാ. നിനക്ക് നന്നായിട്ട് അറിയാവുന്ന ആളാണല്ലോ അല്ലേ? ഇവളിവിടുന്ന് കാശ് അടിച്ചു മാറ്റുകയോ എന്തെങ്കിലും കന്നന്തിരിവ് കാണിക്കുകയോ ചെയ്ത അതിന്റെ സകല ഉത്തരവാദിത്വവും നിനക്കായിരിക്കും. ആരാ പ്രതി? വിഷ്ണുവിനോട്. വിഷ്ണുവേട്ടൻ എനിക്കൊരു സഹായത്തിന് കൊണ്ടുവന്നതാ. ഓ, അത് ശരി. പ്രീതിയുടെ സഹായത്തിനെന്ന് പറഞ്ഞാ കൊണ്ടുവന്നിരിക്കുന്നതെങ്കിലും അവളുടെ കാര്യം നോക്കി കഴിഞ്ഞിട്ട് കസേരയില് കാലും നീട്ടിയിരുന്ന് TV കാണാൻ പറ്റില്ല. ഇവിടെയുള്ള ബാക്കി ജോലികളോട് ചെയ്യണം. ചെയ്യാം. എന്താ നിന്റെ പേര്? അമ്മു. ആ, നീ പോയൊരു ചായ ഇട്ടുണ്ടോ? വല്ലതും വെച്ചുണ്ടാക്കാൻ അറിയാമോ നോക്കട്ടെ. ദാ അവിടെയാ കിച്ചൺ. നീ കിച്ചണിൽ പോയി കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്ക്. ഹലോ. ആ അതെ. അർജു. താങ്ക് യു വിഷ്ണു. ഹലോ സാർ, ഞാനിവിടെ വീടിന് പുറത്തുണ്ട്. ഞാനിപ്പോൾ പുറത്തേക്ക് വരാം. ആ ശരി സാർ. വിഷ്ണു ഒരു മിനിറ്റ്. ആരായേട്ടാ ആ കുട്ടി? അതൊക്കെ ഒരു കഥയാ.
ആരും ഇല്ലാത്തൊരു പാവ അനാഥയാ. അതിനൊരു അഭയം വേണം മോളെ. പിന്നെ നിനക്കൊരു സഹായം കൂടി ആവുമല്ലോ എന്ന് കരുതി. സാറേ, ആ പീഡന കേസിലെ പ്രതി ഭരണകക്ഷിക്ക് സ്വാധീനമുള്ള നേതാവാണെന്ന് അറിയാലോ. ഇരയ്ക്ക് വേണ്ടി ഹാജരാകുന്നത് സാറാണല്ലോ. സാറൊന്നും മനസ്സ് വെച്ചാ എത്ര ലക്ഷം വേണമെങ്കിലും നമ്മുടെ നേതാവ് തരും. നടക്കില്ല മോഹൻദാസേ. അല്ലടി, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഏയ് കുഴപ്പമൊന്നുമില്ല ഏട്ടാ, ഞാൻ സൂക്ഷിച്ചോളാം. ഇതാണ് എന്റെ അനിയത്തി പ്രീതി. ചായ. കൊള്ളാം, നല്ല ഒന്നാം തരം ചായ. അർജുനട്ട് പുറത്തുണ്ട്, അവിടെയും കൊടുത്തേക്ക് ചായ. പാവം കുട്ടി. ഒരു രക്ഷയില്ലെന്നാണോ സാർ പറയുന്നത്? സാറേ, ഇതുപോലൊരു ചാൻസ് ലൈഫിൽ വല്ലപ്പോഴൊക്കെ കിട്ടും. മോഹൻദാസേ, വീട്ടിൽ വരുന്ന ആൾക്കാരോട് ഇറങ്ങിപ്പോവാൻ പറയുന്നത് എന്റെ സംസ്കാരമല്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോ ഇവിടെ ഇരിക്കുന്നത്. ചായ. മോഹൻദാസ്, ചായ എടുക്കും. ഏതാ സാറേ ഈ കുട്ടി? മോഹൻദാസ്, ചായ കുടിച്ചിട്ട് വിട്ടോ, അതാ നല്ലത്. അങ്ങനെ ഞങ്ങൾ കുറെ സാഹസമൊക്കെ കഴിഞ്ഞ് ഇവിടെ എത്തി. അപ്പൊ അർജുൻ, കാര്യങ്ങളെല്ലാം ഞാൻ പ്രീതിയോട് പറഞ്ഞിട്ടുണ്ട്. എടീ, എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശരി ഏട്ടാ, സമയായി. പോട്ടെ മോളെ. വിഷ്ണു, മുടിപ്പുര ഉത്സവം അടുത്ത ദിവസം. ഇവിടെ പറയെഴുന്നള്ളിപ്പുണ്ട്. പറയെഴുന്നള്ളിപ്പിൽ കുടുംബത്തിന് മൊത്തം ഐശ്വര്യം ഉണ്ടാവും. ബന്ധുമിത്രാദികളെ മുഴുവനും വിളിച്ച് സദ്യയുണ്ട്. സത്യഭാമയും ശാരദാമ്മയും എല്ലാം പ്രത്യേകം ക്ഷണിക്കുന്നുണ്ട് ഞാൻ. ശാലിനിയും കൂട്ടി നീയും വരണം. വരാം. ചായ. ഹലോ, അതെ, ഇങ്ങൊന്ന്. ഇവരോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവര് നോക്കിക്കോളൂ ഇയാളെ. പിന്നെ ആ വസുമതി ആന്റി കുറച്ച് പരിക്കനായിട്ടൊക്കെ പെരുമാറിയിരിക്കും. പഴയ ആൾക്കാരല്ലേ, അത് കാര്യാക്കണ്ട. പിന്നെ എന്തുണ്ടെങ്കിലും പ്രീതിയോട് പറഞ്ഞാൽ മതി. അതൊന്നും സാരല്ല ഏട്ടാ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. എടീ, ഞാൻ ഇറങ്ങാ. അർജുൻ, ഞാനിനി എന്താ ചെയ്യണ്ടേ? നീ എന്റെ അടുത്ത് വന്ന് കുറച്ചു നേരം ഇരുന്നാ മാത്രം മതി. അപ്പോ നിനക്ക് കമ്പനിക്ക് ആളായാലോ? ഞാൻ റൂമിലോട്ട് ചെല്ലട്ടെ, എനിക്ക് കുറച്ച് ജോലിയുണ്ട്. അർജുനേട്ടൻ പൊയ്ക്കോ, ഞങ്ങൾ കുറച്ച് കഥകളൊക്കെ പറഞ്ഞിരിക്കട്ടെ. ശരി. വാ, ഇവിടെ വന്നിരിക്ക. അതവിടെ വെക്കേ. വിഷ്ണുവേട്ടൻ നിന്റെ കഥകളൊക്കെ പറഞ്ഞു. ഇനി നീ പേടിക്കണ്ട. നിന്റെ ചേച്ചി തന്നെയാ ഞാൻ. ഇവിടെ നിന്നെ ഉപദ്രവിക്കാൻ ആരും വരില്ല.
അളിയാ അർജുന അയ്യോ നരേന്ദ്ര, നരേന്ദ്രൻ എന്ത് പറ്റി? ആരുടെ കയ്യിൽ നിന്ന് അടിമാച്ചിട്ട് വന്നാന്ന് മനസ്സിലായില്ലേ? നിർത്തണം. നരേന്ദ്രന്റെ നേരെ കൈവക്കാൻ ആരാടാ ഉള്ളത്? ഇതെന്തോ ആക്സിഡന്റ് പറ്റിയതാ. ഇവനിത് എന്ത് പറ്റിയതാടാ? ഞാൻ അളിയനെ മുറി കൊണ്ടിരുത്തട്ടെ. നടക്കളിയ അങ്ങോട്ടേക്ക്. ഇത് ആക്സിഡന്റ് ഒന്നുമല്ല, ആരോ നന്നായി കൈത്തരിപ്പ് തീർത്തു വിട്ടതാ. പോടാ അവിടുന്ന്. അവനെ ഞാൻ വെറുതെ വിടില്ല. നരേന്ദ്രൻ തമ്പിയോട് അവൻ മുട്ടിയിരിക്കുന്നത് വിടില്ലേ ഞാൻ അവനെ. ആരാടാ നരേന്ദ്രനോട് ഇത് ചെയ്തത്? ഞാൻ എങ്ങനെ അറിയാനമ്മേ? അളിയൻ വിളിച്ചപ്പോഴാണ് ഞാൻ കാര്യങ്ങൾ അറിയുന്നത്. ലച്ചുവിനെ പിടിക്കാൻ ഗുണ്ടകളെയും കൊണ്ട് ഓടി പിന്നാലെ പോയതല്ലേ? നരേന്ദ്ര, എന്താ ഉണ്ടായെന്ന് പറ. ആ പെണ്ണ് വെട്ടിച്ച് കടന്നു കളഞ്ഞോ? അവളെ കൈ കിട്ടിയതാ. അപ്പോഴാ മറ്റൊരുത്തം വന്ന് ചാടിയത്. അവന്റെ മുമ്പിൽ പിടിച്ചേക്കാൻ പറ്റില്ല. കൂടെ വന്നവന്മാരൊക്കെ അടി തുടങ്ങിയപ്പോ ഓടിക്കളഞ്ഞു. സിറ്റിയിലെ കൈക്കരുത്തുള്ള ആമ്പിള്ളാരുണ്ടെന്ന് അളിയനിപ്പോ മനസ്സിലായില്ലേ? ലച്ചുവിനെ അന്വേഷിച്ച് അളിയനി പോവാതിരിക്കുന്നതാ അളിയന് നല്ലത്. അവൾ എവിടെങ്കിലും പോയി ജീവിച്ചോട്ടെ. അതിന് നരേന്ദ്രന്റെ ചിതയിലേക്ക് എടുക്കണം. ഇതൊക്കെ കൊണ്ട് എന്റെ വാശി കൂടിച്ചേ ഉള്ളൂ. നേരം ഒന്ന് പൊള്ളന്നോട്ടെ, അങ്ങോട്ടല്ലേ ഞാൻ പോകും. അളിയനെ തല്ലി തോപ്പിച്ച് അവളെയും കൊണ്ട് പോയവൻ ആരാന്ന് വല്ല വിവരമുണ്ടോ? അവൻ ചില്ലറക്കാരനല്ല, സിറ്റിയിലേതോ ഗ്യാങ് ലീഡറാന്നാ തോന്നുന്നേ. ഏതവനായാലും നരേന്ദ്ര തമ്പി ആരാന്ന് അവൻ മനസ്സിലാക്കിയിട്ടില്ല. മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ഞാൻ. ചെല്ല്, ഇനിയുള്ള വരവേ ആംബുലൻസിലായിരിക്കും. ലച്ചുവിനെ രക്ഷിക്കാൻ ദൈവം ആരെങ്കിലും അയക്കും. ദൈവം വിചാരിച്ച പോലും നരേന്ദ്രന്റെ കയ്യിൽ നിന്ന് അവളെ രക്ഷപ്പെടില്ലടാ. വേട്ടയാടി തന്നെ ഞാൻ അവളെ പിടിക്കും. എത്ര ദൂരം വരെ അവൾ ഓടുന്നു ഞാനൊന്ന് കാണട്ടെ. ഏത് മഹാഭാവിയാ നരേന്ദ്രനെ ഈ പരുവത്തിലാക്കിയത്? മുത്തശ്ശിയുടെ ചിത കെട്ടടങ്ങും മുമ്പേ നരേന്ദ്രൻ അവളുടെ പിന്നാലെ ഓടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? പേടിപ്പിക്കാതിരുന്നെങ്കിൽ സഞ്ജയനം കഴിയുന്നവരെ ലച്ചു ഈ വീട്ടിലുണ്ടായേനെ. നരേന്ദ്രൻ അത് പോരായിരുന്നല്ലോ. ചിത അണയും മുമ്പേ മണിയറ ഒരുക്കാനായിരുന്നു തിടുക്കം. ഇനി ലച്ചുവിന് ഇങ്ങോട്ട് വരേണ്ട ഒരു ആവശ്യവും ഇല്ല. ആരും അതിനുവേണ്ടി കാത്തിരിക്കാൻ വേണ്ട. ശാരദാമ്മ എത്ര? 40. എന്താമേ? ഒരു പല്ലി. അത് പോയില്ലേ? പോയി. പക്ഷെ എനിക്കെന്തോ ഒരു ദുസ്സൂചന പോലെ. എന്തോ ആപത്ത് ഇവിടേക്ക് കടന്നു വരുന്നു എന്നൊരു തോന്നല്. തുടങ്ങി. അമ്മ അമ്മയുടെ പാട് നോക്കി പോയെ. ശാരദാമ്മേ, അരിപ്പൊടി തീർന്നു. വറ്റൽ മുളകും വാങ്ങിക്കണം. കൊടുക്ക്. പോയിട്ട് വാ ചേച്ചി. ഈശ്വര, ഇനി എന്ത് മാരണമാണോ കേറി വരുന്നത്?
ഹോട്ടൽ കുടുംബശ്രീ. പേര് കൊള്ളാം, സർക്കാർ ചെലവിൽ പബ്ലിസിറ്റി അല്ലേ? അല്ല, വായിക്കാൻ പത്രമൊന്നുമില്ല ഇവിടെ. ഇങ്ങനത്തെ കോഞ്ഞാട്ട ഹോട്ടലിൽ വരുമ്പോ ഒരു പത്രം മെഴുക്ക് പിടിച്ച് എവിടെയെങ്കിലും കിടക്കേണ്ടതാ. ഈ നക്ഷത്രം കെട്ടിത്തൂക്കിയ ഹോട്ടലാണെങ്കിലേ റാക്കിൽ ഇങ്ങനെ അടുക്കി വെച്ചേക്കുമായിരിക്കും. സോറി സർ, ഇതൊരു ചായക്കടയാ, വായനശാലയല്ല. അത് സാറിനെന്താ കഴിക്കാൻ വേണ്ടേന്ന് വെച്ചാ അത് നോക്കായിരുന്നു. കടുപ്പം കൂട്ടിയൊരു ചായ, മധുരം കുറച്ചു മതി. ഷുഗർ ഉള്ളത് കൊണ്ടൊന്നല്ല, അതാ ഈ നരേന്ദ്രന്റെ ഒരു സ്റ്റൈല്. ശ്യാമേ, മധുരം കുറച്ച് കടുപ്പം കൂട്ടിയൊരു ചായ. ശരി മാം. സാറങ്ങോട്ട് ഇരുന്നാട്ടെ. ഏതായാലും സാറ് പറഞ്ഞ പോലെ ഇതൊരു കോഞ്ഞാട്ട ഹോട്ടലാ. നക്ഷത്രമൊന്നും കെട്ടിത്തൂക്കിയിട്ടുമില്ല. പക്ഷെ ഒറ്റ കാര്യത്തില് സാറിന് ഞാനൊരു ഉറപ്പ് തരാം. ഇവിടുന്ന് ഭക്ഷണം കഴിച്ചവരാരും പെടഞ്ഞു വീണ് മരിക്കില്ല. ഇവിടെ ഉള്ളവരുടെ ഭക്ഷണത്തിലും ഇവിടെ ഉള്ളവരുടെ മനസ്സിലും മായം കലർത്തിയിട്ടില്ല എന്ന് സാരം. ആണോ? പഞ്ച് ഡയലോഗൊക്കെ ആണല്ലോ. നിങ്ങളാണോ ഈ ശാരദാമ്മ? കുടുംബശ്രീ ശാരദ? അതെ. അതാ ഇത്രക്കും വീര്യം. ഏതായാലും എനിക്ക് നിങ്ങളെ കൊണ്ടൊരു ആവശ്യമുണ്ട്. എന്റെ പേര് നരേന്ദ്രൻ, പെരുവണ്ണാപുരത്തെ പഞ്ചായത്ത് പ്രസിഡന്റാ. അടുത്തിടെ നമ്മുടെ പഞ്ചായത്ത് വക ഒരു ഫംഗ്ഷൻ ഉണ്ട്. പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഒരു യാത്രയപ്പ്. അതിന് 100 പേർക്കുള്ള ഭക്ഷണം വേണം. എന്താ, കുടുംബശ്രീ നടക്കുവോ? ഓർഡർ തന്നാ നടക്കും സാർ. ഇവിടെ അമ്പലത്തിലെ ഉത്സവത്തിന് വരെ സദ്യ വിളമ്പുന്നവരാ ഞങ്ങള്. അതുകൊണ്ടാ മുമ്പ് സാർ ഈ പേര് കേട്ടതും ഇവിടെ അന്വേഷിച്ചു വന്നതും. സന്തോഷം. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. ചായക്ക് എത്രയായി? 10 രൂപ. ഇന്നിപ്പോ തീയതി 23 അല്ലേ? 27 ഫംഗ്ഷൻ. അഡ്വാൻസും കൊടുത്ത് ആളെ വിടാം. ശരി.